And after the election, there will be nothing left of the left front. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിൽ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. But what is disturbing the leader on the stage is that their policies are no longer of the left. ഇദ്ദേഹം നമ്മുടെ വേദിയിലിരിക്കുന്ന നേതാവ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റേതല്ല ഇപ്പോഴെന്നാണ് സൂചിപ്പിക്കുന്നത്. What is disturbing him and many workers of the left front is that there is a hidden hand today that is running the LDF government. ഈ വേദിയിലിരിക്കുന്ന അദ്ദേഹത്തെ പോലെയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല പ്രവർത്തകരെയും അസ്വസ്ഥമാക്കുന്നത് ഇന്ന് ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു അദൃശ്യമായ കരം, ഒരു ഹിഡൻ ആയിട്ടുള്ള കരം കൈയുണ്ടെന്നുള്ള വസ്തുതയാണ്. The hidden hand is communal. It does not accept the Constitution of India. It divides the people of India. It attacks the people of India, humiliates the people of India. ഇടതുപക്ഷത്തെ ഇന്ന് മുൻപോട്ട് നയിക്കുന്ന അദൃശ്യകരം എന്ന് പറയുന്നത് അത് വർഗീയതയുടെ അദൃശ്യകരമാണ്. ഈ രാജ്യത്തെ വിഭജിക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കുന്ന. And everybody in Kerala can see that there is a relationship now between the BJP, RSS and the left front, CPM. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് കേരളത്തിൽ ബിജെപിയും ആർഎസ്എസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And most leaders in the left front understand this. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഒരുപാട് നേതാക്കൾക്ക് ഈ കാര്യം മനസ്സിലാകുന്നുണ്ട്. There are two types of leaders in the left front. ഇടതുപക്ഷ മുന്നണിയിൽ രണ്ട് തരത്തിലുള്ള നേതാക്കളുണ്ട്. There are opportunistic leaders who want to come to power at any cost, will do anything to come to power. അവസരവാദത്തിന് മുഖ്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് എങ്ങനെയും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം നേതാക്കളുണ്ട്. They don't care whether they are being helped by BJP, RSS, anybody. They don't care. അവർക്ക് യാതൊരു ചിന്തയില്ല. അവർ RSS സഹായിക്കട്ടെ, BJP സഹായിക്കട്ടെ, അതിനെപ്പറ്റി ഒന്നും ആകുലതയില്ലാത്ത ഒരു കൂട്ടം നേതാക്കളുണ്ട്. And then there are leaders who are not opportunistic, who believe in something. There are workers who've spent many years working for the ideology, who are feeling betrayed, let down, hurt, upset. അതുപോലെ തന്നെ ഒരുപക്ഷെ നേതാക്കളുണ്ട്, അവർ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവർ അവസരവാദപരമായി ചിന്തിക്കുന്ന ആൾക്കാരല്ല. വർഷങ്ങൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച, ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച ആളുകൾ ഇന്ന് അവർ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട തോതിലുള്ള പ്രവർത്തകർ ഇന്ന് ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. And who are very upset at what is happening to their party. അവരുടെ പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് ഓർത്ത് വളരെ അസ്വസ്ഥമായിരിക്കുന്ന ഒരുപാട് പ്രവർത്തകരും നേതാക്കളും ഇടതുപക്ഷത്തിൽ നിന്നുണ്ട്. I fight the BJP, I fight the RSS. I've got 38 cases on me. ഞാൻ ബിജെപിയും ആർഎസ്എസിനെയും നിരന്തരം എതിർക്കുന്ന ഒരാളാണ്. എനിക്കെതിരെ 36 മുതൽ 38 കേസുകൾ വരെയാണ് ഇന്ന് നിലവിലുള്ളത്. They took away my government house. They took away my membership of the Lok Sabha. I'm out on bail. Interrogated me for 55 hours, but I don't back down.